വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ M സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് UDF. കാരണം നല്ല തിരിച്ചുവരവ്, ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് UDF ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് ഒന്നാമത്തെ കാര്യം സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവികാരം. അത് വീടുകളിൽ കയറിയ സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഞങ്ങളത് ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. വളരെ ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള സർക്കാരിനോടുള്ള പല കാരണങ്ങളിൽ നിന്നുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ. രണ്ടാമത് സാധാരണ പതിവില്ലാത്ത ഞങ്ങൾ നല്ല മുന്നേറ്റം തെരഞ്ഞെടുപ്പ് സാധ്യത. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ കേരളമൊട്ടാകെ പ്രതിഷേധത്തിലാണ്. സകല മേഖലയിലും LDF സർക്കാർ പരാജയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വികാരം UDFന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി 2019 വരെ LDFനൊപ്പമായിരുന്നു. 42 വർഷം CPIM ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തി. ഹിറ സെന്ററിൽ CPIM നേതാക്കൾ നിത്യ സന്ദർശകരായിരുന്നു. കാപട്യത്തിന്റെ പര്യായമാണ് പിണറായി വിജയൻ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് CPM നടത്തുന്നത്. അവരുടെ കൂടെ കൂടിയാൽ എല്ലാം നല്ലതും, കോൺഗ്രസിനൊപ്പം ചേർന്നാൽ വർഗീയ പാർട്ടിയും. അതാണ് CPM നയം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. ഇങ്ങനെ ഈ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ബന്ധമില്ല, സമ്പത്ത് പോലും ഏത് ജമാഅത്തെ ഇസ്ലാമി, ഏത് വെൽഫെയർ പാർട്ടി എന്നിട്ട് പിണറായി വിജയനെ പോലൊരാളെ ചോദിക്കാമോ? ഇവർ വേറെ കാര്യം തന്നെയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ മുഴുവൻ മത ന്യൂനപക്ഷങ്ങളെ പ്രേരിപ്പിക്കണം. അന്ന് വ്യാപകമായി എല്ലാ പാർലമെന്റ് ഇലക്ഷന്റെ എല്ലാ ദിവസവും പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. 35ാമത്തെ ദിവസം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ഇങ്ങനെ ന്യൂനപക്ഷ പ്രയോജനം നടത്തല്ല, അവർ ഒരിക്കലും പോകുന്നില്ല എന്ന്. അന്ന് പൗരത്വ രജിസ്റ്റർ അറിയാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് 843 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ പിൻവലിച്ച കേസ് 112. അത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസ് പിൻവലിക്കാതിരുന്നത്? BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനത് കേസുകൾ പിൻവലിക്കാതിരുന്നത്. അന്ന് ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ട ഉടൻ തന്നെ നേരെ മാറി ഇപ്പൊ ആരുടെ ഭൂരിപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി. എന്നാൽ മുന്നണിയിലോ അസോസിയേറ്റ് പാർട്ടിയായോ എടുത്തിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ട കാര്യമേയില്ല. ഒരു പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണ്. ഇപ്പോൾ പരാതി വന്നു, പോലീസിൽ കൊടുത്തു. പരാതി കിട്ടി 24 മണിക്കൂർ കൊണ്ട് നടപടിയെടുത്തു. രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് UDF ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങളുടെ ചെറുപ്പക്കാരെ M സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് AC മഹേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി VP നിസാർ, ട്രഷറർ അബ്ദുൽ ഹൈ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉപഹാരം നൽകി. CCN മലപ്പുറം.